ഹമാസ് അധ്യക്ഷൻ ഇസ്മയിൽ ഹനിയയുടെ വധത്തിനെതിരെ തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയെ യുദ്ധമുനമ്പിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹനിയെ വധിച്ചതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതൊരു യുദ്ധമായി മാറുമെന്ന ആശങ്ക ശക്തമാണ്. ഇറാനെ ചെറുക്കാൻ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി മറുഭാഗത്ത് സന്നാഹങ്ങൾ ഒരുക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനും ഇസ്രായേലും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥിതി ഗുരുതരമാകും. ഹനിയയെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിനോട് പകരം ചോദിക്കുമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് അലി ഖമനേയി പ്രഖ്യാപിച്ചിരുന്നു. ലെബനനിലെ ബെയ്റൂട്ട് ആക്രമിച്ച് ഹെസ്ബുള്ള കമാൻഡർ ഫുവാദ് ശുക്രയെയും ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹെസ്ബുള്ളയും പ്രഖ്യാപിച്ചു. പൊതുശത്രുവായ ഇസ്രായേലിനെ നേരിടാൻ ഇറാനും അവരുടെ സൈന്യമായ IRGCയും ഒരിടത്ത്, മറ്റൊരിടത്ത് ലെബനനിലെ ഹെസ്ബുള്ള, ഇതിനെല്ലാം പുറമെ ഹമാസും. ഇവർക്കെല്ലാം സഹായമായി യമനിലെ ഹൂതികളും നിലയുറപ്പിക്കും. ഇറാന്റെ പ്രത്യാക്രമണം നേരിടാൻ ഇസ്രായേലും ഒരുങ്ങിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അതാണ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്ന അതേസമയം തന്നെ അമേരിക്ക പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് വേണ്ടി അയക്കാനൊരുങ്ങുന്നത്. ഇറാനും ഇസ്രായേലും കാലങ്ങളായി നിഴൽ യുദ്ധത്തിലാണ്. പലസ്തീനിൽ ഹമാസിനെയും ലെബനനിൽ ഹിസ്ബുള്ളയെയും ഇറാൻ പിന്തുണയ്ക്കുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിന് ആദ്യമായി ഒരുങ്ങുന്നത്. അന്ന് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ച് IRGCയുടെ ഖുദ് ഫോഴ്സിലെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റായ് സഹേദി അടക്കം 13 പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ 300ഓളം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ ലക്ഷ്യമാക്കി പറന്നു. വലിയ പരുക്കൊന്നുമില്ലാതെ അന്ന് ഇസ്രായേൽ രക്ഷപ്പെട്ടു. അതിനുശേഷം ഇപ്പോഴാണ് ഇരുവരും തമ്മിൽ വീണ്ടും നേർക്കുനേറെത്തുന്നത്. ഇറാന്റെ ആക്രമണം പ്രതീക്ഷിക്കുമ്പോഴും ഇസ്രായേലിനുള്ളിൽ 2 ചേരികൾ രൂപപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണങ്ങളെയും നെതന്യാഹുവിന്റെ നീക്കങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം, യുദ്ധ സാഹചര്യം ഒഴിവാക്കണമെന്നും സമാധാനമുണ്ടാകണമെന്നും ആവശ്യപ്പെടുന്ന മറ്റൊരു വിഭാഗം. ഇനി ഇരു രാജ്യങ്ങളുടെയും ശക്തികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. യുദ്ധ സാഹചര്യത്തിൽ ഇരു കൂട്ടരുടെയും മോഡസ് ഓപ്പറാൻഡി വ്യത്യസ്തമാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ് ഇറാന്റെ ശക്തി. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിദേശ ശക്തികളെ നശിപ്പിക്കാൻ പ്രത്യേകമായി ആയത്തുള്ള റുഹുള്ള ഖൊമൈനി 1979 രൂപീകരിച്ചതാണ് IRGC. 1,90,000 സൈനികരുള്ള IRGC കരയിലും കടലിലും ആകാശത്തും ശക്തമായ പ്രതിരോധമൊരുക്കും. ഇറാന്റെ സൈന്യമായ ആർത്തേഷിന് പുറമെയാണ് IRGC. ഇറാന്റെയും ഇസ്രായേലിന്റെയും അയൽ രാജ്യങ്ങളായ യമൻ, ലെബനൻ, ഇറാഖ്, പലസ്തീൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാൻ അനുകൂല സായുധ സംഘടനകളുണ്ട്. യമനിലെ ഹൂതികൾ, ഇറാഖിലെ കത്തൈബ് ഹെസ്ബുള്ള, ലെബനനിലെ ഹെസ്ബുള്ള, പലസ്തീനിലെ ഹമാസ് എന്നീ സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനൊപ്പം നിൽക്കുന്നവരാണ്. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് സാധിക്കും. ഇനി ഇസ്രായേലിന്റെ കരുത്ത് അവർ വികസിപ്പിച്ചെടുത്ത അയൺ ഡോം തന്നെയാണ്. എതിരാളികൾ തൊടുക്കുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് അങ്ങോട്ട് ചെന്ന് തകർക്കുന്ന സംവിധാനം. മറ്റൊന്ന് അവരുടെ സാങ്കേതിക വിദ്യയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈബർ വാർഫെയറും ലോകത്തെ തന്നെ മികച്ച വ്യോമയാന യുദ്ധ സംവിധാനങ്ങളുമാണ് ഇസ്രായേലിനുള്ളത്. കൂടാതെ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളും ഇസ്രായേലിനൊപ്പമുണ്ട്. ഇറാനും ഇസ്രായേലുമായി കരമാർഗം 2152.72 കിലോമീറ്റർ ദൂരവും ആകാശമാർഗം 1724 കിലോമീറ്റർ ദൂരവുമുണ്ട്. യുദ്ധമുണ്ടായാൽ എളുപ്പത്തിൽ അടിക്കാൻ ആകാശമാർഗം തിരഞ്ഞെടുക്കുകയേ വഴിയുള്ളൂ. അവിടെ ഇസ്രായേലിനാണ് മേൽക്കൈ. ഇതിനെല്ലാം പുറമെ മേഖലയിലെ അംഗീകാരമുള്ള ഒരേ ഒരു ആണവശക്തി കൂടിയാണ് ഇസ്രായേൽ. ഇറാന് അണുവായുധങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതിയില്ലെങ്കിലും സാമഗ്രികൾ അവരുടെ പക്കലുമുണ്ട്. ഇപ്പോഴത്തെ സംഘർഷം യുദ്ധത്തിലേക്ക് എത്തിയാൽ ഇസ്രായേലിൽ നിന്ന് വെറും 326 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ലെബനനെയും 569 കിലോമീറ്റർ വ്യത്യാസമുള്ള സിറിയയെയും 865 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഇറാഖിനെയും നേരിട്ടുള്ള യുദ്ധത്തിന് ഇറാൻ ഉപയോഗിച്ചേക്കും. 2969 കിലോമീറ്റർ അകലെയുള്ള യമനിലെ ഹൂതികൾ IRGC നേവി വിഭാഗത്തിന് സഹായമായി ചെങ്കടലിൽ നിലയുറപ്പിക്കും. 1,69,500 സജീവ സൈനികർ, 4,65,000 റിസർവ്ഡ് സൈനികർ, 2,200-ലധികം ടാങ്കുകൾ, 530 പീരങ്കികൾ, 309 ഫൈറ്റർ ഗ്രൗണ്ട് അറ്റാക്ക് ജെറ്റുകൾ, 5 അന്തർവാഹിനികൾ എന്നിവ അടങ്ങിയ സർവ്വസജ്ജരായ ഇസ്രായേലിനോടാണ് ഇറാന് പോരടിക്കേണ്ടത്. ആളില്ലാ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ആന്റി ടാങ്ക് മിസൈലുകൾ, റഡാർ സിസ്റ്റം, എയർ ഡിഫൻസ് സംവിധാനങ്ങൾ എന്നിവയൊക്കെയാണ് ഇറാന്റെ കരുത്ത്. ICL Finco, the intelligent choice.